നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖ് ഒളിവിൽ. കൊച്ചിയിൽ അന്വേഷണ സംഘത്തിന്റെ വ്യാപക പരിശോധന. SITയുടെ പരിശോധന കൂടുതൽ സംഘങ്ങളിലേക്ക്. അതേസമയം ജാമ്യം തേടി സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിച്ചേക്കും. ശിരൂർ ദൗത്യം അവസാന ഘട്ടത്തിലേക്ക്. പ്രതികൂല കാലാവസ്ഥ ആയതിനാൽ തെരച്ചിൽ ഏത് സമയത്തും നിർത്തിവെച്ചേക്കും. ഉത്തര കന്നഡ ജില്ലയിൽ ഇന്ന് അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ അടയാളപ്പെടുത്തിയ മാർക്ക് CP4 കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ പരിശോധന. മണ്ണിടിച്ചിലിനെ തുടർന്ന് അർജുൻ ഉൾപ്പെടെ 3 പേർ കാണാതായ ശിരൂരിലുള്ളത് വൈകാരിക രംഗങ്ങൾ. ദുരന്തത്തിൽ ഇനിയും കണ്ടെത്താനുള്ള ജഗന്നാഥനു വേണ്ടി കുടുംബം ഗംഗാവലി പുഴയോരത്ത് മരണാനന്തര ചടങ്ങുകൾ നടത്തി. പ്രതീക്ഷയറ്റ ജഗന്നാഥന്റെ കുടുംബം ദിവസവും ഇവിടെ എത്തി വിശ്വാസത്തിന്റെ ഭാഗമായി വിളക്ക് കത്തിക്കുന്നുണ്ട്. NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയും കുട്ടനാട് MLA തോമസ് K തോമസും ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണും. AK ശശീന്ദ്രനെ മാറ്റി പകരം തോമസ് K തോമസിനെ മന്ത്രിയാക്കണമെന്ന ആവശ്യം ഉന്നയിക്കും. ഇരുവരും AK ശശീന്ദ്രനൊപ്പം മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണമെന്നായിരുന്നു NCP ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന്റെ നിർദ്ദേശം. എന്നാൽ ഇവർക്കൊപ്പം മുഖ്യമന്ത്രിയെ കാണാൻ ശശീന്ദ്രൻ തയ്യാറായേക്കില്ല. രാജിവെക്കില്ലെന്ന നിലപാടിലാണ് ഇപ്പോഴും ശശീന്ദ്രൻ. തൃശൂർ പൂരം കലക്കൽ അന്വേഷിച്ച ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനം ഇന്നുണ്ടായേക്കും. കൂടുതൽ അന്വേഷണം വേണമെന്ന ആവശ്യത്തോടെയാണ് DGP ഇന്നലെ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറിയത്. പൂരം കലക്കലിൽ രാഷ്ട്രീയ പാർട്ടികളുടെ അടക്കം ഇടപെടൽ അന്വേഷിക്കണമെന്നാണ് പോലീസ് മേധാവിയുടെ ആവശ്യം. ഉന്നതതല അന്വേഷണം വേണമെന്ന ആവശ്യം CPI ശക്തമാക്കുന്നതിനാൽ സർക്കാർ വലിയ സമ്മർദ്ദത്തിലാണ്. CPIയെ അനുനയിപ്പിക്കാൻ പോലീസ് മേധാവിയുടെ നേതൃത്വം. നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ADGP MR അജിത് കുമാറിനെതിരെ അന്വേഷണം. ADGP RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയത് പോലീസ് മേധാവി അന്വേഷിക്കും. അന്വേഷണം പ്രഖ്യാപിച്ച് ഉത്തരവിറങ്ങി. 2 പ്രമുഖ RSS നേതാക്കളുമായി ADGP നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ചാണ് അന്വേഷണം. ADGPക്കൊപ്പം നേതാക്കളെ കണ്ടവരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തും. ഉത്തരവ് ആരോപണം വന്ന് 20 ദിവസത്തിന് ശേഷം. തൃശൂർ പൂരം കലക്കലിൽ വീണ്ടും അന്വേഷണം ഉണ്ടായേക്കും. മന്ത്രിസഭാ യോഗത്തിൽ സൂചന നൽകി മുഖ്യമന്ത്രി. ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട് ചർച്ച ചെയ്ത മന്ത്രിസഭാ യോഗം. റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി പരിശോധിക്കുന്നുവെന്ന മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തെ അറിയിച്ചു. ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ട് വന്ന ശേഷം തുടർ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി. റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനം ഇന്നുണ്ടായേക്കും. BJPയുമായി ചേർന്നുള്ള CPM ഗൂഢാലോചനയുടെ ഭാഗമാണ് പൂരം കലക്കലെന്ന രമേശ് ചെന്നിത്തല. പൂരം കലക്കൽ അന്വേഷിച്ചത് യഥാർത്ഥ പ്രതി. ഘടകകക്ഷി നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ADGPയെ മാറ്റാത്തതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ വ്യക്തി താൽപര്യം. സർക്കാരിൽ ജനങ്ങൾ വിശ്വസിക്കുന്നില്ലെന്നും രമേശ് ചെന്നിത്തല. P ശശിക്കെതിരെ PV അൻവർ നൽകിയ പരാതിയിൽ CPM നിലപാട് ഇന്നറിയാം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അൻവറിന്റെ പരാതി പരിഗണിച്ചേക്കും. നേരത്തെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയിരുന്നെങ്കിലും P ശശിയുടെ പേരിലായിരുന്നു. ഇതിന് പിന്നാലെയാണ് P ശശിയുടെ പേര് ചേർത്ത് പുതിയ പരാതി നൽകിയത്. പരാതിയിൽ പാർട്ടി എന്ത് സമീപനം സ്വീകരിക്കുമെന്നതും നിർണായകമാണ്. PV അൻവർ MLAക്കെതിരെ കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ. നിലമ്പൂരിലെ പരിപാടിയിൽ അൻവറിന്റെ കാർ വഴി തടസ്സപ്പെടുത്തിയെന്ന് വനപാലകരുടെ സംഘടന. വനം കയ്യേറ്റം തടയുന്നതിനെ കുറ്റപ്പെടുത്തുന്നതും വെല്ലുവിളിക്കുന്നതും ശരിയായ നടപടിയല്ലെന്നും കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ. മുൻകൂർ ജാമ്യം തേടി സിദ്ദിഖ് സുപ്രീം കോടതിയിലേക്ക്. ഇന്ന് തന്നെ ജാമ്യ ഹർജി കോടതിയിൽ ഫയൽ ചെയ്തേക്കും. മുകുൾ റോത്തഗി അടക്കം മുതിർന്ന അഭിഭാഷകരുമായി ഇത് സംബന്ധിച്ച് കൂടിക്കാഴ്ച നടത്തിയെന്നും സൂചന. ജാമ്യം നിഷേധിച്ച ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതിയിൽ ഹാജരാക്കും. അതേസമയം സിദ്ദിഖിന്റെ നീക്കത്തെ സംസ്ഥാന സർക്കാർ എതിർക്കും. പ്രോസിക്യൂഷൻ വാദം കേൾക്കാതെ ജാമ്യം നൽകരുതെന്നായിരിക്കും കോടതിയിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട്. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖ് ഒളിവിൽ. കൊച്ചിയിൽ അന്വേഷണ സംഘത്തിന്റെ വ്യാപക പരിശോധന. SITയുടെ പരിശോധന കൂടുതൽ സ്ഥലങ്ങളിലേക്ക്. ഇന്നലെ രാവിലെ മുതൽ ഓഫായിരുന്ന സിദ്ദിഖിന്റെ 2 ഫോണുകളും ഇന്ന് രാവിലെ ഓണായി. നടൻ
നടൻ ഇടവേള ബാബുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് സൂചന. കൊച്ചിയിൽ ഇടവേള ബാബുവിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു. നടപടി ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാതിയിൽ. ആലുവ സ്വദേശിനിയാണ് പരാതി നൽകിയത്. ലൈംഗിക പീഡന പരാതിയിൽ നേരത്തെ ഇടവേള ബാബുവിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം നടത്തുന്ന പ്രത്യേക സംഘം AMMA മുൻ ഭാരവാഹികളുടെ മൊഴിയെടുക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശമുള്ള താരങ്ങളിൽ നിന്നാണ് മൊഴിയെടുക്കുന്നത്. ഹേമ കമ്മിറ്റിയിൽ ലഭിച്ച പരാതികൾ AMMAയിൽ ലഭിച്ചിട്ടുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത്. പോക്സോ കേസിൽ മുൻകൂർ ജാമ്യം തേടി ജൂനിയർ ആർട്ടിസ്റ്റ് മിനു മുനീർ. മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് മിനു മുനീർ ഹൈക്കോടതിയെ സമീപിച്ചത്. അറസ്റ്റ് തടയണമെന്നും മുൻകൂർ ജാമ്യം നൽകണമെന്നും ഹർജിയിൽ ആവശ്യം. ചെന്നൈയിൽ എത്തിച്ച ലൈംഗിക അതിക്രമണത്തിനിരയാക്കിയെന്നായിരുന്നു മിനു മുനീറിനെതിരെ ബന്ധുവായ പെൺകുട്ടിയുടെ പരാതി. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് രമേശ് ചെന്നിത്തല. ആരും നിയമത്തിന് അതീതരല്ല. CPMന് ധാർമ്മികത ഇല്ലാത്തതിനാൽ മുകേഷ് MLA സ്ഥാനം രാജിവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നും രമേശ് ചെന്നിത്തല. മുകേഷിന്റെ രാജിയിൽ വ്യത്യസ്ത നിലപാടുമായി CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി. കോടതിയുടെ തീരുമാനം വരുന്നതുവരെ കുറ്റാരോപിതൻ മാത്രമാണ്. രാജിയിൽ അവനവൻ തന്നെയാണ് ഔചിത്യപൂർവ്വം തീരുമാനം എടുക്കേണ്ടതെന്നും PK ശ്രീമതി. കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ മെമ്മറി കാർഡ് പരിശോധിച്ചതിലെ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിതയുടെ ഉപഹർജിയിലും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇന്ന് വാദം കേൾക്കും. ഉച്ചകഴിഞ്ഞ് 3:30ക്കാണ് ജസ്റ്റിസ് CS ഡയസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഹർജിയിൽ വാദം കേൾക്കുന്നത്. ശിരൂരിൽ വീണ്ടും പ്രതീക്ഷ. പുഴയുടെ അടിത്തട്ടിൽ ഭാരമേറിയ വസ്തു കണ്ടെത്തി. ഈ വസ്തു പുറത്തെടുക്കാൻ ശ്രമം തുടരുകയാണ്. ഉത്തര കന്നഡ ജില്ലയിൽ ഇന്ന് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ അർജുൻ ഉൾപ്പെടെ 3 പേരെ കാണാതായ ശിരൂരിലുള്ളത് വൈകാരിക രംഗങ്ങൾ. ദുരന്തത്തിൽ ഇനിയും കണ്ടെത്താനുള്ള ജഗന്നാഥന് വേണ്ടി കുടുംബം ഗംഗാവലി പുഴയോരത്ത് മരണാനന്തര ചടങ്ങുകൾ നടത്തി. പ്രതീക്ഷയറ്റ ജഗന്നാഥന്റെ കുടുംബം ദിവസവും ഇവിടെയെത്തി വിശ്വാസത്തിന്റെ ഭാഗമായി വിളക്ക് കത്തിക്കുന്നുണ്ട്. ഗവർണർ മാധ്യമങ്ങളെ കാണുന്നതിലേക്ക്. Dr. M.K. Narayanan and the assistant warden Karnathan were reinstated to the service. Did you heard about that? No, I have not heard about it. I have not heard about it. In normal functioning of the university, I do not interfere. PSC കോൾ വിവാദത്തിൽ പുതിയ വെളിപ്പെടുത്തൽ. പണം വാങ്ങിയത് പ്രമോദ് കോട്ടൂളിയല്ല, കണ്ണൂരിൽ നിന്നുള്ളവരാണ് പണം വാങ്ങിയത്. പരാതിക്കാരന്റെ ശബ്ദരേഖ പുറത്ത്. പരാതിക്കാരനുമായി കോട്ടൂളി നടത്തിയ സംഭാഷണമാണ് പുറത്തുവന്നത്. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യം തള്ളുന്നത് തടയാൻ ശ്രമിച്ച നഗരസഭാ ജീവനക്കാരന് നേരെ ആക്രമണം. പരിക്കേറ്റ ദീപുവിനെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓട്ടോറിക്ഷയിലാണ് മാലിന്യം വലിച്ചെറിയാൻ സംഘം എത്തിയത്. ഓട്ടോറിക്ഷ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് മേയർ. വിവാദ IPS ഉദ്യോഗസ്ഥൻ സുജിത് ദാസിനെതിരെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് ഹൈക്കോടതി. എടത്തല സ്വദേശി TR രശ്മി നൽകിയ ഹർജിയാണ് പരിഗണിക്കുന്നത്. റൂറൽ ASP ആയിരിക്കെ ഭർത്താവിനെതിരെ വ്യാജ ലഹരി കേസ് രജിസ്റ്റർ ചെയ്തെന്നാണ് പരാതി. 6.5 വർഷം കഴിഞ്ഞിട്ടും കേസിൽ കുറ്റപത്രം നൽകിയിട്ടില്ല. വയനാട് ഉരുൾപൊട്ടൽ സംബന്ധിച്ച് സർക്കാർ നിയോഗിച്ച സമിതി ഇന്ന് റിപ്പോർട്ട് കൈമാറും. ഡോക്ടർ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് റിപ്പോർട്ട് നൽകിയത്. സംഘം 2 തവണ ദുരന്ത മേഖലയിലെത്തി പഠനം നടത്തിയിരുന്നു. 25 ലക്ഷം മീറ്റർ ക്യൂബ് വസ്തുക്കൾ ഉരുളിൽ ചൂരൽ മലയിലേക്ക് ഒഴുകി എത്തിയെന്നാണ് വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇന്ന് കേരളത്തിലെത്തും. നിലമ്പൂരിൽ ആര്യാടൻ അനുസ്മരണ സമിതി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കും. ഭൂമി കുംഭകോണ കേസിൽ സിദ്ധരാമയ്യയുടെ വിചാരണ ചോദ്യം ചെയ്തുള്ള ഹർജി ഇന്നലെ ഹൈക്കോടതി തള്ളിയിരുന്നു. NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയും കുട്ടനാട് MLA തോമസ് കെ തോമസും ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണും. AK ശശീന്ദ്രനെ മാറ്റി പകരം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന ആവശ്യം ഉന്നയിക്കും. ഇരുവരും
AK ശശീന്ദ്രനൊപ്പം മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണമെന്നായിരുന്നു NCP ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന്റെ നിർദ്ദേശം. എന്നാൽ ഇവർക്കൊപ്പം മുഖ്യമന്ത്രിയെ കാണാൻ ശശീന്ദ്രൻ തയ്യാറായേക്കില്ല, രാജിവെക്കില്ലെന്ന നിലപാടിലാണ് ഇപ്പോഴും ശശീന്ദ്രൻ. കെ മുരളീധരന് രമേശ് ചെന്നിത്തലയുടെ മറുപടി. കേരളത്തിൽ ആള് കൂടണമെങ്കിൽ പ്രിയങ്ക ഗാന്ധിയും രാഹുലും വരണമെന്ന കെ മുരളീധരന്റെ പ്രസ്താവനയ്ക്കാണ് മറുപടി. പ്രിയങ്കയും രാഹുലും വന്നാൽ ആള് കൂടുമെന്ന രമേശ് ചെന്നിത്തല, അതുകൊണ്ടാണല്ലോ അവർ മത്സരിച്ചതെന്നും പ്രതികരണം. പാലക്കാട് വ്യാവസായിക സ്മാർട്ട് സിറ്റി പദ്ധതി വേഗത്തിലാക്കാൻ സംസ്ഥാന വ്യവസായ വകുപ്പ്. വ്യാവസായിക സ്മാർട്ട് സിറ്റി പദ്ധതി 7 വർഷത്തിനുള്ളിൽ യാഥാർത്ഥ്യമാകുമെന്ന മന്ത്രി P രാജീവ്. 3815 കോടി രൂപയുടെ പദ്ധതിയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കൂടുതൽ ദേശീയ വാർത്തകൾ. ജമ്മു കശ്മീരിൽ 2ാം ഘട്ട പോളിംഗ് പുരോഗമിക്കുന്നു. 6 ജില്ലകളിലെ 26 നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ്. 239 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുള്ള തെരഞ്ഞെടുപ്പിൽ 27.78 ലക്ഷം പേർ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നു. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതുവരെ ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തി. മ്യാൻമറിൽ നിന്ന് 900 കുക്കി വിമതർ മണിപ്പൂരിലേക്ക് നുഴഞ്ഞു കയറിയതായി ഇന്റലിജൻസ് റിപ്പോർട്ട്. സെപ്റ്റംബർ 28-ന് സംസ്ഥാനത്ത് കലാപ സാധ്യതയുണ്ടെന്നും വിവരം. ജനവാസ മേഖലകളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു. ഗോത്ര ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ കുക്കി സംഘടനകൾ സമ്പൂർണ്ണ അടച്ചുപൂട്ടലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബ്രാഹ്മണ വോട്ടുകൾ ലക്ഷ്യമിട്ട് മഹാരാഷ്ട്ര സർക്കാർ. സംസ്ഥാനത്തെ ബ്രാഹ്മൺ വിദ്യാർത്ഥികൾക്കായി പരശുറാം ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ രൂപീകരിക്കാൻ തീരുമാനിച്ചു. പൂനെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോർപ്പറേഷനിൽ നിർധനരായ ബ്രാഹ്മണരെ സഹായിക്കാൻ 50 കോടി രൂപയുടെ കോർപ്പസ് ഫണ്ട് ഉണ്ടാകും. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ കർശന നടപടികളുമായി ഉത്തർപ്രദേശ് സർക്കാർ. എല്ലാ ഹോട്ടലുകളിലും ജീവനക്കാർ മാസ്കും ഗ്ലൗസും ധരിക്കണമെന്ന നിർദ്ദേശം. ഉടമസ്ഥരുടെയും മാനേജർമാരുടെയും പേരും മേൽവിലാസവും നിർബന്ധമായി പ്രദർശിപ്പിക്കണം. സംസ്ഥാനത്തെ ഭക്ഷണശാലകളെക്കുറിച്ചുള്ള പരാതികൾ വ്യാപകമായതോടെയാണ് നടപടി. വടക്കേ ഇന്ത്യയിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ സ്വാധീനം കുറയുമെന്ന കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. ഇതിന്റെ ഭാഗമായി കിഴക്കൻ മേഖലയിൽ മഴ കനക്കാൻ സാധ്യതയുണ്ട്. ഗുജറാത്ത്, മധ്യപ്രദേശ്, തമിഴ്നാട്, പുതുച്ചേരി, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ ഒറ്റപ്പെട്ട കനത്ത മഴ തുടരുമെന്നും പ്രവചനം. കൊൽക്കത്തയിലെ ട്രാം സർവീസ് നിർത്തലാക്കാൻ ബംഗാൾ സർക്കാർ. ഒറ്റ സ്ട്രെച്ചിൽ മാത്രമാകും ഇനി സർവീസ് എന്ന് ഗതാഗത മന്ത്രി പറഞ്ഞു. ട്രാമുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏക നഗരമാണ് കൊൽക്കത്ത. തീരുമാനത്തിനെതിരെ കൊൽക്കത്ത ട്രാം യൂസേഴ്സ് അസോസിയേഷൻ രംഗത്തെത്തി. നവരാത്രി ഉത്സവത്തിന്റെ ഭാഗമായി പശ്ചിമ ബംഗാളിൽ 35 അടി ഉയരത്തിൽ ദുർഗാദേവി ശില്പം ഒരുങ്ങുന്നു. ബെൽത്താല മേഖലയിലെ സ്വാമിജി ക്ലബിന്റെ നേതൃത്വത്തിലാണ് നിർമ്മാണം. വടക്കൻ ബംഗാളിലെ ഏറ്റവും വലിയ ശില്പമാകും ഇതെന്ന് സംഘാടകർ. 1.5 മാസം മുൻപാണ് നിർമ്മാണം ആരംഭിച്ചത്. ശുചിമുറിയിൽ ഒളിക്യാമറ സ്ഥാപിച്ചതിന് വീട്ടുടമയുടെ മകൻ അറസ്റ്റിൽ. ഡൽഹി ഷഗർപൂർ മേഖലയിലാണ് സംഭവം. സിവിൽ സർവീസ് ഉദ്യോഗാർത്ഥിയായ യുവതി വീട്ടിലില്ലാത്ത തക്കം നോക്കിയാണ് പ്രതിക്കാരൻ കിടപ്പുമുറിയിലും ശുചിമുറിയിലും ഒളിക്യാമറ സ്ഥാപിച്ചത്. പോക്സോ കേസ് പ്രതിയെ വെടിവെച്ചു കൊന്ന പോലീസ് ഉദ്യോഗസ്ഥന് പാരിതോഷികം പ്രഖ്യാപിച്ച് ശിവസേന നേതാവ്. 51,000 രൂപ നൽകാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. വിഷയത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയ പ്രതിപക്ഷ പാർട്ടികൾ പ്രതിക്ക് വേണ്ടി അനുശോചന യോഗം വിളിക്കണമെന്നും ശിവസേന നേതാവ് പരിഹസിച്ചു. ഇനി അന്താരാഷ്ട്ര വാർത്തകൾ. ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെട്ടു. ഹിസ്ബുള്ളയുടെ റോക്കറ്റ് വിഭാഗം പ്രധാനിയായ ഇബ്രാഹിം ഖുറൈസിയാണ് കൊല്ലപ്പെട്ടത്. മറ്റ് 6 പേർ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതോടെ ലബനനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 569 ഇതിൽ 50 കുട്ടികളും 88 സ്ത്രീകളും ഉൾപ്പെടുന്നു. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ അഭിപ്രായ സർവേകളിൽ മുന്നേറ്റം നടത്തി കമല ഹാരിസ്. പുതിയ സർവേയിൽ ട്രംപിനേക്കാൾ 7 പോയിന്റ് മുന്നിലാണ് കമല ഹാരിസിന് 47%, ട്രംപിന് 40% പോയിന്റാണ് റോയിട്ടേഴ്സ് ഇപ്സോസ് സർവേ പ്രവചിക്കുന്നത്. സംവാദത്തിൽ പ്രശംസ നേടിയതിന് പിന്നാലെയാണ് ലീഡ് നിലയിലും കമലയുടെ മുന്നേറ്റം. ശ്രീലങ്കൻ പാർലമെന്റ് പിരിച്ചുവിട്ടു. പുതിയ പ്രസിഡന്റിന്റേതാണ് നടപടി. പൊതു തെരഞ്ഞെടുപ്പ് നവംബർ 14-ന് നടക്കാനിരിക്കെയാണ് പാർലമെന്റ് പിരിച്ചുവിട്ടത്. 2020 ഓഗസ്റ്റിലാണ് രാജ്യം അവസാനമായി പൊതു തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്.
ഒരിടവേള. ഇടുക്കിയിൽ വീണ്ടും കാട്ടാനയാക്രമണം. MG കോളനി സ്വദേശി അഴകമ്മ, നെറ്റിക്കുട്ടി സ്വദേശി ശേഖർ എന്നിവർക്ക് പരിക്കേറ്റു. ഒറ്റക്കൊമ്പൻ കാട്ടാനയാണ് ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ രണ്ടുപേരും മൂന്നാർ ടാറ്റ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കോഴിക്കോട് റഹ്മാനിയ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സിവിൽ സർവീസ് മാതൃകാ പരീക്ഷ നടത്തി. പഠന മികവ് ലക്ഷ്യം വെച്ചും വിവിധ മത്സര പരീക്ഷകളിൽ പങ്കെടുക്കാൻ കുട്ടികളെ തയ്യാറാക്കുന്നതിനും വേണ്ടിയാണ് പരീക്ഷ നടത്തിയത്. സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പിന് കീഴിൽ OMR മാതൃകയിൽ നടത്തിയ പരീക്ഷയിൽ 4 വ്യത്യസ്ത ചോദ്യ പേപ്പറുകളാണ് ഉപയോഗിച്ചത്. അടിസ്ഥാന ശാസ്ത്രം, ചരിത്രം, സാമ്പത്തിക ശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, പൊതുവിജ്ഞാനം, മെന്റൽ എബിലിറ്റി എന്നീ തലങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ. രാജ്യത്തെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജായി കോട്ടയം മെഡിക്കൽ കോളേജ് മാറുമെന്ന് ആരോഗ്യമന്ത്രി. 6,40,00,000 രൂപ മുടക്കി പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. പുതിയ പ്രധാന പ്രവേശന കവാടത്തിന്റെ നിർമ്മാണോദ്ഘാടനവും നടന്നു. ലൈറ്റ് സ്കൂൾ ഓഫ് പബ്ലിക് സ്പീക്കിംഗിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പ്രസംഗ സാക്ഷരതാ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് നടന്നു. എഴുത്തുകാരൻ PK പാറക്കടവ് ഉദ്ഘാടനം ചെയ്തു. പ്രസംഗ പരിശീലകനും ലൈറ്റ്സ് ഡയറക്ടറുമായ ജുനൈദ് കൈപ്പാണി, AK അജയൻ എന്നിവർ നേതൃത്വം നൽകി. ഈ നാട്ടിലെല്ലാം മൂക്ക് കീഴ്പ്പെട്ട എല്ലാ മനുഷ്യർക്കും അറിയാം. അയാൾ RSSനുമായി നല്ല ബന്ധത്തിലാണ്. എന്താ പറയാ, എല്ലാ കാര്യങ്ങളും അദ്ദേഹമാണ് നടത്തി കൊടുക്കുന്നത്. ഒരു പ്രപഞ്ച സത്യം പോലെ കേരളത്തിൽ നിൽക്കല്ലേ. അല്ല, പിന്നെന്തിനത് അന്വേഷണം എന്തിനാണ്? അല്ല, എന്തിനാ അന്വേഷിക്കുന്നത്? ഇതൊരു സത്യമല്ലേ. ഈ സൂര്യൻ ഉദിക്കുന്ന പോലെ നിൽക്കല്ലേ. പിന്നെ അതിന് മുകളിൽ അന്വേഷണം വേണോ? അത് 2024 ഏറ്റവും വലിയ തമാശയെ കൂട്ടിയാൽ മതി. അതാണ് എന്റെ അഭിപ്രായം. അല്ല, അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതാ. എനിക്കതിനെ കുറിച്ച് പറയാനുള്ളത് 2024 ഏറ്റവും വലിയ തമാശ ADGP അജിത് കുമാറിന് RSSുമായി ബന്ധമുണ്ട് എന്ന് ഉണ്ടോ എന്താണ് സംസാരിച്ചത് എന്നുള്ള കാര്യം ഇനിയിപ്പോ അതറിയണമെങ്കിൽ മറ്റാളെ കിട്ടണ്ടേ? ഇവർ തമ്മിൽ സംസാരിച്ചത് എന്താണെന്ന് അറിയണം. അത് അന്വേഷിക്കാനാണല്ലോ പോയത്. അപ്പൊ ആരെ കിട്ടണേ? ഈ RSSനെ മറ്റാളെ കിട്ടണ്ടേ? അതാ പറഞ്ഞത്. അപ്പൊ അവര് പറഞ്ഞ സ്വകാര്യം ഇനിയിപ്പൊ അദ്ദേഹം കൂടി പറയണം. എന്തിനാ ഈ പണിക്കൊക്കെ നിൽക്കുന്നത്? ഇത് നാട്ടുകാർക്ക് അറിയുന്ന കാര്യമല്ലേ. ഞാൻ പൂരം കലക്കിയതിനെ കുറിച്ച് അന്വേഷിക്കാനാ പറഞ്ഞത്. പൂരം കലക്കിച്ചതാണ്. ആ കലക്കിച്ചത് ADGP അജിത് കുമാറാണ്. അതിന് നേതൃത്വം കൊടുത്ത അദ്ദേഹമാണെങ്കിൽ തർക്കമില്ലല്ലോ. ആവർത്തിച്ച് പറഞ്ഞ കാര്യമല്ലേ. അല്ല, അതൊക്കെ സർക്കാർ തീരുമാനിക്കട്ടെ. ഞാനൊരു സാധാ പാവപ്പെട്ട എന്താ പറയാ MLA. ഞാൻ നടപടി വേണമെന്നൊക്കെ എനിക്ക് പുറത്തു വന്നിരുന്നു. സുരേഷ് ഗോപി അന്ന് ഈ വരാഹി അനലിറ്റിക്സ് ആയിട്ടുള്ള BJPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രം കൈകാര്യം ചെയ്യുന്ന എന്റെ പൊന്ന സഹോദരന്മാരെ, അതിനോടൊപ്പം വന്നതിന്റെയും അതിലും പങ്കൊക്കെ വന്നിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എനിക്ക് ഈ കാര്യത്തിൽ പണ്ടേ ഒരു സംശയമില്ല. ഇതൊക്കെ ആ ഒരു പൂരത്തിന് വേണ്ടി മാത്രം വന്നിട്ട് RSSകാരെ കണ്ടതൊന്നുമല്ല. നിങ്ങളിപ്പോ ആകെ 2 പ്രാവശ്യം കണ്ടതിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. 10,000 പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും. മനസ്സിലായോ? അവരായിട്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ സംസർഗം. അവരുടെ അജണ്ട തന്നെ അവിടെ നടക്കും. ഇതൊരു പ്രപഞ്ച സത്യമല്ലേ. പിന്നെ അത് ചോദിച്ചുകൊണ്ടിരിക്കണോ? ലിവ് ഇറ്റ്. ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഇത് ബോധ്യപ്പെടാത്തത്? MLA ബോധ്യപ്പെട്ടു, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എന്തുകൊണ്ടാണ്? അതെനിക്കറിയില്ല. അതിപ്പോ അറിയാത്ത ചില സംഗതികൾ അങ്ങനെയാണല്ലോ. അതിപ്പോ ബോധ്യപ്പെടണമെങ്കിൽ ചില ആളുകൾക്ക് കുറച്ച് സമയം എടുക്കുമായിരിക്കും. ഇന്നലെ EP പറഞ്ഞില്ലേ, എന്തോ ഉറങ്ങുന്നതിനും ഉറങ്ങാത്ത കാര്യമൊക്കെ പറഞ്ഞില്ലേ. അങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ. അല്ല, അത് എനിക്കറിയില്ല. EP എന്തോ പറഞ്ഞു ഞാൻ പറഞ്ഞു. എന്താ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു? പൂരം കലക്കലുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ഞാൻ EP പറഞ്ഞ കാര്യം പറഞ്ഞത് മനസ്സിലല്ലേ. അത്രേ ഉള്ളൂ. ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയിരുന്നു. അത് ADGP അജിത് കുമാർ തന്നെയാണ് അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുത്തത്. ഇതിനെങ്ങനെയാണ് കാണുന്നത്? അതന്നെ ഹെഡ്മാസ്റ്ററെ കുറിച്ചുള്ള കാര്യം പ്യൂൺ അന്വേഷിച്ച് ഹെഡ്മാസ്റ്റർക്ക് റിപ്പോർട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ മുമ്പ്. ഇതൊക്കെ പണ്ട് പറഞ്ഞ കാര്യമല്ലേ. വിമർശനം MLA നിർത്തിയിട്ടില്ല. എന്ത് വിമർശനമല്ലല്ലോ. അയാളെ ഡിസ്മിസ് ചെയ്യണം. സസ്പെൻഷൻ അല്ല. ഞാൻ ആദ്യം പറഞ്ഞ അയാളെ മാറ്റി നിർത്തണമെന്നാ. അതൊന്ന് ഞാൻ ഒരാഴ്ച മുമ്പ് പുറകോട്ട് പോയി. അയാളെ സസ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ പറയുന്ന അയാളെ ഡിസ്മിസ് ചെയ്യണം. ഈ ഡിപ്പാർട്ട്മെന്റിന് അയാൾ താഴെ ഇറക്കണം. അയാൾ ഈ പാലക്കാട് യുവാവിനെ കബളിപ്പിച്ച് ഓൺലൈൻ വഴി പണം തട്ടിയ കേസിൽ അക്കൗണ്ട് ഉടമയുടെ മൊഴിയെടുത്തു. 2.12 ലക്ഷം രൂപയാണ് ഉടമ അറിയാതെ അക്കൗണ്ടിൽ നിന്ന് നഷ്ടമായത്. ബാങ്ക് അക്കൗണ്ടിൽ ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു ഇടപാട്.
കാർഡമം ഹിൽസ് റിസർവ് വിഷയത്തിൽ ഇടുക്കിയിൽ ജനകീയ സദസ്സ് വിളിച്ചു ചേർത്തു. ജില്ലയിലെ കർഷകർക്ക് സംരക്ഷണം ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് മന്ത്രി. വിഷയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമുയർന്ന സാഹചര്യത്തിലാണ് ജനകീയ സദസ്സ് വിളിച്ചത്. ഏലമല കാടുകളിൽ വനം വകുപ്പിന്റെ അവകാശവാദം സംബന്ധിച്ചുള്ള കേസ് അടുത്ത മാസം സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഇടുക്കി നെടുങ്കണ്ടത്ത് ജനകീയ സദസ്സ് നടന്നത്. ബസ് ജീവനക്കാർക്ക് സർപ്രൈസ് ഒരുക്കി വിദ്യാർത്ഥികളുടെ NSS ദിനാചരണം ശ്രദ്ധേയമായി. ബസ് ജീവനക്കാർക്ക് മധുരം നൽകിയ വിദ്യാർത്ഥികൾ പാലക്കാട് മേഴത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാരാണ് വേറിട്ട പ്രവർത്തനം നടത്തിയത്. തൃത്താല പോലീസ് സബ് ഇൻസ്പെക്ടർ ഹംസ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ കൂറ്റൻ പെരുമ്പാമ്പിനെ പിടികൂടി. കാട്ടാക്കട പൊട്ടൻകാവിൽ പെട്രോൾ പമ്പിന് സമീപത്തെ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലത്താണ് പെരുമ്പാമ്പിനെ കണ്ടത്. പാമ്പ് പിടുത്തക്കാരൻ രതീഷ് എത്തി പിടികൂടി വനം വകുപ്പിന് കൈമാറി. തിരുവനന്തപുരം ആയിരഭാഗത്ത് ബൈപ്പാസ് റോഡിൽ സെപ്റ്റിക് മാലിന്യം നിക്ഷേപിച്ചു മുങ്ങുന്ന 3 പേരെ നാട്ടുകാർ പിടികൂടി. ലോറി ഡ്രൈവർ, സഹായി എന്നിവരാണ് പിടിയിലായത്. നാട്ടുകാരാണ് ഇവരെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. ആയിര ബൈപ്പാസിന്റെ ഇരുവശത്തും പാടത്തും ചൂണ്ടിക്കൽ ക്ഷേത്രത്തിന് സമീപത്തും വലിയ തോട്ടിലും സ്ഥിരമായി സംഘം മാലിന്യം ഒഴുക്കിയിരുന്നു. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ കൂടുതൽ സ്ഥലത്തേക്ക് മേൽക്കൂര നിർമ്മാണം തുടങ്ങി. ഇരുമ്പ് റാഡുകളുടെ വെൽഡിംഗ് ജോലികളാണ് ആരംഭിച്ചത്. നിർമ്മാണം പൂർത്തിയായാൽ പ്ലാറ്റ്ഫോമിലെത്തുന്ന യാത്രക്കാർക്ക് കൂടുതൽ പ്രയോജനമാകും. 4.5 പതിറ്റാണ്ടായി നോക്കുകുത്തിയായി തൃത്താല തേനാമ്പാറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി. കാർഷിക മേഖലയ്ക്ക് ജലസേചനം ലക്ഷ്യമിട്ട പദ്ധതി നടപ്പാക്കാൻ അധികൃതർക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുകയാണ്. കാസർഗോഡ് ചെറുവത്തൂർ പഞ്ചായത്തിൽ ഹരിത അയൽക്കൂട്ടം വീട്ടുമുറ്റ സദസ്സ് സംഘടിപ്പിച്ചു. നവകേരള പദ്ധതിയുടെ 3ാം ഘട്ടം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ക്യാമ്പയിൻ. ജനകീയ ക്യാമ്പയിനിൽ 200ഓളം പേർ പങ്കെടുത്തു. എറണാകുളം പിറവം BPC കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. രജത ജൂബിലിയോടനുബന്ധിച്ചാണ് സംഗമം. 1000ഓളം പേർ പങ്കെടുത്തു. കോളേജ് മാനേജർ സംഗമം ഉദ്ഘാടനം ചെയ്തു. 3 മാസങ്ങൾക്ക് മുൻപടച്ച വാഗമണ്ണിലെ ചില്ലുപാലം തുറക്കാൻ നടപടിയില്ല. അധികൃതരുടെ അനാസ്ഥയിൽ ലക്ഷങ്ങളുടെ നഷ്ടമാണ് വരുന്നത്. മഴക്കാലത്ത് അപകട സാധ്യത കണക്കിലെടുത്താണ് ചില്ലുപാലം അടച്ചിട്ടത്. കാലാവസ്ഥ അനുകൂലമായിട്ടും ഇതുവരെ തുറക്കാൻ നടപടിയായില്ല. തിരുവനന്തപുരം സ്റ്റാച്യുവിൽ KSRTC ബസ് കയറി വയോധിക മരിച്ചു. റോഡ് മുറിച്ച് കടക്കുന്നതിനിടെയായിരുന്നു അപകടം. മണക്കാട്ട് സ്വദേശി സാവിത്രിയാണ് മരിച്ചത്. ഇനി വിനോദ വാർത്തകൾ. പേട്ടറാപ്പ് എന്ന പ്രഭുദേവ ചിത്രത്തിന്റെ പുതിയ ഗാനം റിലീസായി. ലിക്ക ലിക്ക എന്ന ഗാനമാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. പ്രഭുദേവയും വേദികയുമാണ് ഗാനം രംഗത്ത്. D. ഇമ്മൻ സംവിധാനം നൽകിയ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് മദൻ കാർക്കിയാണ്. നികിത ഗാന്ധി, യാസിൻ നിസാർ എന്നിവർ ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. അമൽ K. ജോബിയുടെ സംവിധാനത്തിൽ ബിബിൻ ജോർജ്, ദിലീഷ് പോത്തൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഗുമസ്തൻ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ റിലീസായി. സെപ്റ്റംബർ 27-ന് ചിത്രം തിയേറ്ററുകളിലെത്തും. പൃഥ്വിരാജ് സുകുമാരന്റെ നേതൃത്വത്തിൽ ഒഫീഷ്യൽ പേജിലൂടെയാണ് ട്രെയിലർ പ്രകാശനം ചെയ്തത്. സസ്പെൻസ് ത്രില്ലർ ജോണറിലാണ് ചിത്രം എത്തുന്നത്. ഹൃദയഭേദകമായ കുറിപ്പുമായി നടി ഭാവന. കാലം മുറിവുകളെ ഉണക്കുമെന്ന് പറയുമെന്നാണ് എല്ലാവരും പറയാറുണ്ടെന്നും പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെ ആകില്ലെന്നും ഭാവന കുറിക്കുന്നു. അച്ഛന്റെ 9ാം ഓർമ്മ ദിവസത്തിലാണ് കുറിപ്പ്. അച്ഛനൊപ്പമുള്ള ഫോട്ടോകളും ഭാവന ഷെയർ ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഇളക്കിമറിച്ച് സ്റ്റൈലൻ ലുക്കിൽ മമ്മൂട്ടി. തൊപ്പിയും കൂളിംഗ് ഗ്ലാസും ഒക്കെയായി സ്റ്റൈലിഷ് ലുക്കിലാണ് ഇത്തവണയും മമ്മൂട്ടി എത്തിയിരിക്കുന്നത്. ഫോർഗെറ്റ് ഇറ്റ് എന്നാണ് മമ്മൂട്ടി ചിത്രത്തിന് ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത്. നിമിഷ നേരം കൊണ്ട് ആരാധകർ ചിത്രം വൈറലാക്കുകയായിരുന്നു. സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക് പരാതി അറിയിക്കാൻ ടോൾ ഫ്രീ നമ്പറുമായി ഫെഫ്ക. ഇന്നു മുതൽ നമ്പർ ആക്റ്റീവ് ആകുമെന്ന് ഫെഫ്ക അറിയിച്ചു. സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധികളും അവരുടെ പരാതികളും ടോൾ ഫ്രീ നമ്പറിൽ അറിയിക്കാം. 24 മണിക്കൂറും സേവനം ലഭ്യമാണ്. ഇനി കായിക വാർത്തകൾ.
2020 ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം 150-ലധികം സിക്സർ അടിക്കുന്ന താരമെന്ന റെക്കോർഡുമായി വെസ്റ്റ് ഇൻഡീസിന്റെ നിക്കോളാസ് പൂരാൻ. 63 ഇന്നിംഗ്സുകളിലായി 151 സിക്സറുകളാണ് വിൻഡീസ് താരത്തിന്റെ സമ്പാദ്യം. ലയണൽ മെസ്സി ഇന്റർ മിയാമി വിടാനൊരുങ്ങുന്നു. 2025 ഡിസംബർ വരെയാണ് മെസ്സിക്ക് ഇന്റർ മിയാമിയുമായി കരാറുള്ളത്. കരാർ തീരുന്നതോടെ താരം കൂടുമാറുമെന്നാണ് സൂചന. കരാർ അവസാനിക്കുന്നതോടെ മെസ്സിയുടെ ആദ്യകാല ക്ലബ് അർജന്റീനയിലെ ന്യൂവെൽസ് ഓൾഡ് ബോയ്സിലേക്ക് തിരിച്ചു പോകുമെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കാലിക്കറ്റ് എഫ്സിക്ക് ഹോം ഗ്രൗണ്ടിൽ വീണ്ടും സമനില. കോഴിക്കോട് EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ തൃശൂർ മാജിക് എഫ്സിക്കെതിരെ 2-2 സമനിലയായി. രണ്ടാം പകുതിയിലാണ് 4 ഗോളുകളും വീണത്. കാലിക്കറ്റ് 6 പോയിന്റുമായി പട്ടികയിൽ ഒന്നാമത് തുടരുന്നു. ഇനി ബിസിനസ് വാർത്തകൾ നോക്കാം. രാജ്യത്ത് പുതിയൊരു എയർലൈൻ കമ്പനി കൂടി വരുന്നു. ആഭ്യന്തര സർവീസുകൾക്ക് പ്രാധാന്യം നൽകിയെത്തുന്ന പുതിയ കമ്പനിയുടെ ആസ്ഥാനം ഉത്തർപ്രദേശാണ്. UP ആസ്ഥാനമായുള്ള ആദ്യത്തെ വ്യോമയാന കമ്പനിയുടെ പേര് ശംഖ് എയർ എന്നാണ്. ഇൻഡിഗോയും എയർ ഇന്ത്യയും വിലസുന്ന ഇന്ത്യൻ ആകാശത്ത് പുതിയ മത്സരത്തിന് ശംഖ് എയറിന്റെ വരവ് വഴിയൊരുക്കും. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.